പക്ഷേ കുറച്ച് ദിവസമായി ഒരാളെ കാണാനില്ല. മറ്റാരുമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ഈ ഭാര്യയെ ചോദ്യം ചെയ്യാനും പരിശോധനയ്ക്ക് വീട് റെയ്ഡ് ചെയ്യാനൊക്കെ ഇ ഡി വന്നപ്പോൾ ഈ അന്തം ഗുണ്ടകളെ വിട്ട് ഇ ഡി ആക്രമിച്ച് ആ സമയത്ത് ഒരു പോസ്റ്റ് FB-യിലിട്ടു. സംഘപരിവാറിന്റെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട, അവസാന ശ്വാസം വരെ ഞങ്ങൾ പൊരുതും. അപ്പൊ പലരും ചോദിച്ചു, എടാ ഇത് നിന്റെ ഭാര്യ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിൽ ഇ ഡി അന്വേഷിക്കാൻ വന്നതല്ല, സ്വാതന്ത്ര്യ സമരത്തിനല്ല, ഈ മരണം വരെ പോരാടാന്നൊക്കെ പറഞ്ഞ് ട്രോളുകളൊക്കെ വന്നു. അതിനുശേഷം ഈ ആളെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയെ, ഇപ്പോഴത്തെ ബേപ്പൂർ MLA, നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നീട് കാണുന്ന 2 ദിവസം മുമ്പ് ആശുപത്രിയിൽ ചെന്ന് നിപ്പ വളരെ അതീവ ജാഗ്രതയോടെയൊക്കെ പോകുമ്പോഴാണ് ഒരു മുൻകരുതലും ഇല്ലാതെ ഒരു MLA തന്നെ ചെന്ന് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് രോഗവ്യാപനം കൂട്ടാനായി ഉണ്ടാക്കിയ ചില ശ്രമങ്ങളൊക്കെ അപ്പോഴാണ് കാണുന്നത്. അതിനിടയ്ക്ക് വീണയ്ക്ക് ബുധനാഴ്ച വീണ്ടും ഹാജരാവാൻ സമൻസ് വന്നു. ഇ ഡി ആക്രമിച്ച കാര്യങ്ങളുണ്ട്. വീണ നിരപരാധി അല്ല, അല്ലെങ്കിൽ വീണയ്ക്ക് അന്വേഷണം നേരിടേണ്ടി വരും എന്ന് CPM നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. യഥാർത്ഥത്തിൽ പലരും പല സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത് റിയാസ് കൈയൊഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണോ? അറിഞ്ഞൂടെ, നമുക്കിപ്പോൾ. പക്ഷേ വാർത്തകൾ ധാരാളം ഞാനും കണ്ടു. അത് റൂമറുകളാവാം, അപവാദങ്ങളാവാം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഒരു പക്ഷേ ഈ വീണ വിജയൻ എന്ന നമ്മൾ ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയ പരിവേഷങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ വീണ വിജയൻ എന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും സംഘർഷം അനുഭവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ഇത്. ഈ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇല്ല എന്നൊക്കെ തുടങ്ങിയ വാർത്തകൾ. അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ ഗവൺമെന്റ് മാറി എന്നറിഞ്ഞപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയാണ്. മന്ത്രി അല്ലാതാവുമ്പോൾ മന്ത്രിക്കും കുടുംബത്തിനും താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ താമസിക്കുന്നത്. അദ്ദേഹത്തിന് കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കിട്ടാത്തത് കൊണ്ട് കാത്തിരിക്കുകയാണ്. അത് കിട്ടാത്തതിന്റെ അസ്കിയതയൊക്കെ അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. എന്തായാലും പിണറായി വിജയന് ഗവൺമെന്റ് മന്ദിരം ഉണ്ടാവും. താമസിക്കാൻ പിന്നെ വീട് വേണ്ടത് വെറും MLA ആയ മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസിന് MLA ഹോസ്റ്റൽ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഈ ആന മെലിഞ്ഞാലും തൊഴുത്ത് കെട്ടാൻ കൊള്ളൂലല്ലോ. അപ്പോൾ വലിയ മന്ത്രിമന്ദിരത്തിൽ താമസിച്ച് ശീലമുള്ള പിണറായി വിജയൻ്റെ മോൾക്ക് ഭർത്താവിനോടൊപ്പം താമസിക്കാൻ ഒരു MLA ഹോസ്റ്റലിലെ മുറി കണ്ടിട്ടുണ്ടോ? ഒരു കുടുംബത്തിന് എമ്പാടും കഴിയാനുള്ള മുറിയും സ്യൂട്ടും സൗകര്യങ്ങളുണ്ട്. പലതും ഫ്ലാറ്റുകളാണ്. അതൊക്കെ അവിടെ ലഭ്യമാണ്. അപ്പം അതുപോലെ അവിടെ വാടകയ്ക്ക് അദ്ദേഹത്തിന് വരുമാനം, ഇദ്ദേഹത്തിന് MLA എന്നുള്ള നിലയിലുള്ള വരുമാനമുണ്ട്. ഭാര്യക്കാണെങ്കിൽ കണക്കിൽപ്പെടാത്ത വരവുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്തോട്ടെ, റൂം എടുത്തോട്ടെ, പക്ഷെ വീടെടുത്തോട്ടെ. പക്ഷെ ആ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹം മിക്കവാറും തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം അവിടെ അവൈലബിൾ അല്ല. വീണ വിജയന് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷം, പ്രതിസന്ധിയുള്ള സമയമാണല്ലോ. ഈ സമയത്ത് ആശ്വസിപ്പിക്കാനും വീണ വിജയന് വേണ്ടി ഘോരഘോരമായി, ഏറ്റവും ചുരുങ്ങിയത് വലിയ തോതിൽ വർത്തമാനം പറയുന്ന, നിരന്തരമായി ഓരോ നാഷണൽ ഹൈവേയുടെ ഓരോ മൂലയിലും ഓരോ വളവിലും ചെന്ന് നിന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്ന ഒരാളാണല്ലോ മുഹമ്മദ് റിയാസ്. ഇപ്പോഴും അദ്ദേഹം MLA ആണ്. കഷ്ടിച്ചാണെങ്കിലും ജയിച്ചു MLA ആയല്ലോ. അപ്പോൾ മുൻ മന്ത്രി MLA എന്ന നിലയിൽ വീണ വിജയന്റെ ഭർത്താവായി എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി സ്വീകരിക്കേണ്ടി വന്ന ഒരാളുമാണ്. ഒരു പൊതുപ്രവർത്തകൻ, നല്ലതായാലും ചീത്തയായാലും അദ്ദേഹം അത് നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരാൾക്ക് പിണറായി വിജയന്റെ മോളായതുകൂടി, പിണറായി വിജയന്റെ മോള് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ കേസിലകപ്പെട്ടതോടുകൂടി പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ താഴെ പോകേണ്ടി വന്നതിനൊരു കാരണമാണ്. ആ കാരണമായതിൽ ഒരു പക്ഷേ ഞാൻ അറിഞ്ഞില്ല എന്ന് ഭർത്താവിന് പറയാൻ പറ്റുമോ, മുഹമ്മദ് റിയാസിന്? അപ്പോൾ സത്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം ഇല്ലാതാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ഒരു കുടുംബമാണ് മുഹമ്മദ് റിയാസിന്റെ കുടുംബം. അപ്പോൾ ആ കുടുംബം വലിയ തോതിൽ ചോദ്യം ചെയ്യലിനിരയാകും. അപ്പം മറ്റന്നാൾ ബുധനാഴ്ച ED മുമ്പിൽ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിന് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴൊക്കെ ഇവർ വല്ലാതെ ഒറ്റപ്പെട്ടു പോയോ? അതോ ഭരണത്തിന്റെ ഒരു സൗകര്യം, മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പദവി, ആ മുഖ്യമന്ത്രിയുടെ മോൾ എന്ന നിലയിലുള്ള ചില സൗകര്യങ്ങൾ, ആ വഴിയിലൊരു മന്ത്രിപദവിയാണെങ്കിൽ ചില്ലറ മന്ത്രിയല്ല, പൊതുമരാമത്ത്, ടൂറിസം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ, മാത്രമല്ല ആ വകുപ്പുകളിൽ തന്നെ വലിയ ട്രഷറി
ബാൻ ഉള്ളപ്പോഴും, അതായത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉള്ളപ്പോഴും ആ വകുപ്പിലേക്ക് നിർബാധം പണം കൊടുത്തു എന്നതിന്റെ തെളിവ് ബേപ്പൂർ മണ്ഡലത്തിൽ കാണാൻ പറ്റും. ഞാൻ നിരന്തരം ബേപ്പൂർ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ ഇനി സിമെന്റ് ഇടാൻ ഒരു റോഡും ബാക്കിയില്ല. എന്ന് വെച്ചാൽ റോഡിന്റെ പരിസരം മുഴുവനും ടൂറിസത്തിന്റെ പേരിലോ ഒക്കെ എല്ലാം, അതായത് ബേപ്പൂരിൽ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനം കൊണ്ടല്ല ജയിച്ചത് അവിടെ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥി അങ്ങേയറ്റം ദുർബലനും അവമതിപ്പുള്ളയാളും ദുഷ്പേര് ധാരാളമുള്ള ആളും ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ന്യായമായ ചോദ്യമാണ്. എന്നാൽ അദ്ദേഹം പൊതുരംഗത്തില്ലേ? ഉണ്ട്. ബേപ്പൂർ മണ്ഡലത്തിൽ അത്യാവശ്യം അവിടെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല ബേപ്പൂർ മണ്ഡലത്തിലാണ് നിപ്പ ഇപ്പോൾ വന്നിരിക്കുന്നത്. രാമനാട്ടുകര പഞ്ചായത്തിൽ ഫറൂഖ് കോളേജിനടുത്താണ്. അപ്പൊ നിപ്പയുമായി ബന്ധപ്പെട്ട കേസിന് ഞാനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ അദ്ദേഹം അവിടെ ചെന്ന് ആശുപത്രിയിൽ ഒരു സീനൊക്കെ ഉണ്ടാക്കി മന്ത്രിയെ കണ്ട് ചർച്ച നടത്തി എന്നൊക്കെ പറയും. നല്ല കാര്യം. പക്ഷേ കോഴിക്കോട്ടുണ്ട്. എന്നാ പിന്നെ ആളുകൾ കോഴിക്കോട്ടെ പത്രക്കാർ അത് രണ്ട് കൂട്ടർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കോഴിക്കോട്ടെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന മന്ത്രി കോഴിക്കോട്ടാണെങ്കിൽ എന്തുകൊണ്ട് വീണ മാഡത്തിന് കോഴിക്കോട്ട് താമസിക്കാലോ? ഒരു ഭാര്യ എന്ന നിലയിൽ വലിയ സാന്ത്വനം ആവശ്യമുള്ള സമയമാണല്ലോ. അപ്പൊ കോഴിക്കോട്ട് വീണയില്ല, തിരുവനന്തപുരത്ത് റിയാസുമില്ല എന്ന വാർത്തയാണ് രണ്ട് ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പൊതുവെ മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബത്തിലെ അച്ഛന്മാരാണ് എപ്പോഴും കാരണവര്. ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എത്ര പ്രായമായ ആളാണെങ്കിലും ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും പറയുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പോലീസ് സൂപ്രണ്ട് എന്നാണ് പറയുന്നത്. സൂപ്രണ്ടായോന്ന് എനിക്കറിയില്ല. SP വരെ ഒക്കെ ആയിരുന്നു, DYSP ആയിരുന്നു. എന്തായാലും ഓക്കെ. ഒരു പക്ക ഓർത്തഡോക്സ് മുസ്ലിം കുടുംബമാണ്. അവരുടെ വീട്ടിലേക്ക് ഇതിനു മുൻപ് ഇതുപോലെ കേസും വഴക്കും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു മരുമകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരും കയറി ചെന്നിട്ടുണ്ടാവില്ല. ഈ അടുത്ത സമയത്താണ് 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ഇടിച്ചു കയറി റെയ്ഡ് നടത്തിയത്. അവരെയൊക്കെ സംബന്ധിച്ച് ഇത് ഒരു ആദ്യമായിട്ടുള്ള ഒരു, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ആ വീട്ടിലെ സ്ത്രീകളൊക്കെ ഇപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു കാര്യമായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അതും കാണുമായിരിക്കും. കാരണം കോഴിക്കോട്ടായി ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇപ്പൊ മന്ത്രിയാവുക MLA ആവുക എന്നൊക്കെ പുതിയ കാലത്തൊരു പ്രതിഭാസമാണ്. മുസ്ലിം കുടുംബങ്ങളിൽ ഒരാള് പോലീസ് ഓഫീസർ ആവുക, ഈവൻ ഒരു SI ആവുക, പിന്നെ CI ആവുക, ആമോ സൂപ്രണ്ട് എന്നൊക്കെ കേട്ടില്ലേ? മലബാർ കലാപകാലത്തെ കണ്ണൂരിലെ വലിയ പ്രമാണിമാരുടെ കുടുംബത്തിലാണ് ആമോ സൂപ്രണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സാധ്യമായ ഒന്നാണ് പോലീസ് ഓഫീസർ ആവുക. അപ്പോ വലിയ പ്രമാണിത്തമുള്ള തറവാട്ടുകാർക്ക് സാധ്യമായ ഒന്നാണ് സാധാരണഗതിയിൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സ് ആവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ പിതാവ്. അപ്പോൾ ആ കുടുംബത്തിൽ ഒരാൾ പോലീസ് ഓഫീസർ ആയാൽ അക്കാലത്ത് ഓഫീസറായി എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബത്തിന്റെ ഒരു പ്രൗഢി നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ആ കുടുംബത്തിൽ ED കയറുക, ആലോചിച്ച് നോക്കൂ. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ, അതും അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന എന്തെങ്കിലും അഴിമതിയോ വഴിവിട്ട പ്രവർത്തനങ്ങളോ അദ്ദേഹത്തിനെതിരെയുള്ള കേസോ കൊണ്ടല്ല. ആ കുടുംബത്തിലേക്ക് പിൽക്കാലത്ത് ഒന്നാം ഭാര്യയല്ല, മോന്റെ ഒന്നാം ഭാര്യയല്ല, രണ്ടാം ഭാര്യയായിട്ട് വന്ന ഒരാൾ കാണിച്ച വഴിവിട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട, വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു മോന്റെ രണ്ടാം ഭാര്യയെ കൊണ്ട് ആ കുടുംബത്തിൽ ED കയറുന്നു, അവിടെ റെയ്ഡ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും വലിയ സംഘർഷം ഉണ്ടാക്കും. മാനക്കേടാണത്. മാത്രമല്ല ആ കല്യാണത്തിൽ തന്നെ ആ കുടുംബം മുഴുവനൊന്നും അന്ന് വന്നിട്ടില്ലല്ലോ, വാർത്ത വന്നിരുന്നില്ലേ? വളരെ അപൂർവം പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് കാരണം അവർക്ക് എത്ര പേർക്ക് ആ കല്യാണം, ഒന്ന് സമുദായങ്ങൾ വ്യത്യാസമുണ്ട്, പിന്നെ അതുകൊണ്ട് മാത്രമല്ല ആദ്യത്തെ ഭാര്യയുമായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ തീർത്തതാണ്. അതിൽ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ട് കുടുംബത്തിൽ തന്നെ. അതിൻ്റെ പുറമെയാണ് ഇങ്ങനെ പിണറായി വിജയൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിക്കുമ്പോൾ കുടുംബത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, അനിഷ്ടമുണ്ട് എന്നുള്ള ഉറപ്പല്ലേ. അതിൻ്റെ ഒക്കെ പുറമെയാണ് അവൾ മുഖാന്തരം ആ കുടുംബത്തിൽ, ആ തറവാട്ടിൽ ആദ്യമായി ED കയറി ഭീകരമായ റെയ്ഡൊക്കെ നടത്തി എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ സമ്മർദ്ദങ്ങളൊക്കെ സാധ്യമാണ്. ഇതിൻ്റെയൊക്കെ പുറമെ റിയാസ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കല്യാണത്തിൻ്റെ പിന്നിൽ പോലും ഇദ്ദേഹത്തിൻ്റെ
അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പലരുടെയും സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. പിണറായി വിജയന്റെ അധികാര പദവി, അധികാരമില്ലാത്ത മുഖ്യമന്ത്രി അല്ലാത്തൊരു പിണറായി വിജയന്റെ മോളെ കഷ്ടപ്പെട്ടു പോയി പ്രണയിച്ച് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് വെച്ചോളൂ, എങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ടു പോയി കല്യാണം കഴിക്കാനൊക്കെയുള്ള ഈ ആദർശപരമായ വലിയ വാശിയോ അല്ലെങ്കിൽ അത്രയേറെ ഗാഠമായ പ്രണയമോ ഒക്കെ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാൾക്കുണ്ടോ, ഉണ്ടായിരുന്നുവോ, അതെന്നാണ് ഉണ്ടായത്, അതിൻ്റെയൊക്കെ നാൾ വഴിയെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ന്യായമായും നേരത്തെ തന്നെ പലതരത്തിലുള്ള റൂമറുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഖണ്ഡിതമായിട്ടൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം ഇതാണ്. ഈ വലിയ പ്രതിസന്ധിയിലൂടെ വീണ വിജയൻ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് ഗുണമായാലും ദോഷം, ഞാൻ പറയുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നാലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ടത് ആരാണ്? അത് നിൽക്കേണ്ട ആളില്ല എന്ന് വാർത്തകൾ വരുമ്പോൾ, വാർത്തകളുടെ നിജസ്ഥിതി തീർച്ചയായിട്ടും ഇനിയും വെളിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അദ്ദേഹം മറ്റു പണികൾക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി എനിക്ക് തോന്നുന്നു ഇഡിയുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിയുമ്പോൾ കുറെ കൂടി വെളിപ്പെടുമായിരിക്കും. പിന്നെ പറയേണ്ടത്, പിന്നെ പൊതുവെ ഇതൊക്കെ സത്യസന്ധമായി പറയേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ട് നേർക്ക് നേരെ പറയേണ്ടത് ശരിക്കും റിയാസാണ്. ഈ കേസിന്റെ പിണറായി വിജയന് സമ്മർദ്ദം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രഷർ ഉണ്ടാവും. അദ്ദേഹം ഭരണത്തിൽ നിന്ന് ഒഴിയുന്നത് വരെ എങ്ങനെയൊക്കെയോ ഈ റെയ്ഡൊക്കെ ഒഴിവാക്കിയതാണ്. അതിന് അദ്ദേഹത്തെ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടുണ്ടാവും. മാത്രമല്ല വീണ വിജയന്റെ പേരിൽ എത്ര തവണയാണ് അദ്ദേഹം നിയമസഭയിൽ രോഷം കൊണ്ടത് ഓർമ്മയില്ല. വീട്ടിലിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ കുറിച്ച് എന്തും പറയുക, മക്കളെക്കുറിച്ച് എന്തും പറയാമെന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മോളെ രക്ഷിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയിരിക്കുന്നു. ആ സമയത്ത് യുവകേസരിയായ മുഹമ്മദ് റിയാസാണ് അത് ഏറ്റെടുക്കേണ്ടത്. ഭാര്യാപിതാവിന്റെ അനാരോഗ്യം, ഭാര്യാപിതാവിന്റെ സങ്കടം, ഭാര്യാപിതാവിന്റെ ധർമ്മരോഷം, ഈ ഭാര്യാപിതാവിന്റെ ആത്മരോദനം, അതൊക്കെ ഏറ്റെടുക്കേണ്ട സമയമാണ് റിയാസ്. അത് ചെയ്യുന്നുണ്ടോ എന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഭാര്യാപിതാവിന്റെ മാത്രമല്ല ഭാര്യയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ രണ്ടുപേരും ചേർന്ന് മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും കാലം വീണ വിജയൻ ഈ ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ രണ്ടുപേരുടെയും ചെയ്തിയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിന് തകർച്ചയ്ക്ക് തന്നെ പ്രധാനപ്പെട്ട കാരണമായത്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു വലിയ പോരാളിയായി പൊതുരംഗത്തിറങ്ങി വീണ വിജയന് വേണ്ടി നിർബാധം പൊരുതേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് റിയാസിനെ കാണുന്നില്ല എന്നത് ഒരു മാധ്യമ ഗോസിപ്പ് മാത്രമായിട്ട് തള്ളാൻ കഴിയില്ല മനസാക്ഷിയുള്ള ഒരു കേരളത്തിന്. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം.